എടാ നീ ഗെയിം കളിച്ചിട്ട് ക്യാപ്റ്റൻ ആവുക, അല്ലാണ്ട് ബിഗ് ബോസ് തന്ന ഔദാര്യത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നീ വലിയ ആളാവാൻ വരില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പാനിശരത്ത് നല്ല രീതിയിൽ അനീഷിനിട്ട് കൊട്ടുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. എല്ലാ കൂട്ടുകാർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അനീഷാണെങ്കിൽ അപ്പാനിശരത്തിനോട് പറയുകയാണ്, മൊത്തത്തിൽ പറയുകയാണ് പുള്ളിക്കാരൻ, ഞാൻ അതിനിവിടെ പട്ടാളച്ചിട്ടൊന്നും വെച്ചിട്ടില്ല, ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്ന ആ കൃത്യമായിട്ടുള്ള നിർദ്ദേശം മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, ഒരിക്കലും ഒരു പട്ടാളച്ചിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അപ്പാനിശരത്ത് പറയണത്, നീ വലിയ പട്ടാളച്ചിട്ടയുടെ കാര്യമൊന്നും പറയൊന്നും വേണ്ട. എടാ നീ മത്സരിച്ചിട്ട് ക്യാപ്റ്റൻ ആവാൻ നോക്ക്. നല്ല രീതിയിൽ ഗെയിം തന്നിട്ടുണ്ടെങ്കിൽ ആ ഗെയിം കളിച്ച് വിന്നറായിട്ട് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ട്. ഇതിപ്പോൾ ഓർക്കാപ്പുറത്ത് എന്താ നിനക്ക് ബിഗ് ബോസ് ഒരു ക്യാപ്റ്റൻ പദവി എടുത്ത് തന്നു, ആ ഒരു പദവിയുടെ മുകളിൽ നീ നല്ല രീതിയിൽ അഹങ്കരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കൊട്ട് കൊടുക്കുകയാണ് അപ്പാനിശരത്ത്. പക്ഷേ അനീഷ് അതൊന്നും ഉണ്ടാണ്, അനീഷ് ഇങ്ങനെ ചിരിച്ചു പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ അറിയാം എവിടെ എന്ത് പറയണമെന്നുള്ളത്. അനീഷ് നല്ല രീതിയിൽ നെഗറ്റീവ്, അതായത് വെറുപ്പിക്കൽ നടത്തുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ കണ്ടൻറ്റ് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം രതീഷ് വള നടിച്ചിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്കും പുറത്ത് പോയി. അതേപോലെ പോകാനാണ് ഈ അനീഷിൻ്റെ ഉദ്ദേശമെങ്കിൽ അനീഷും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 1.5 2 അതിൻ്റെ ഉള്ളിലേക്ക് പുറത്താവും. പക്ഷേ ഇപ്പോൾ ഈ ലൈവിൻ്റെ ഒരു അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ സത്യം പറഞ്ഞാൽ കണ്ടൻ്റ് ഒന്നും കൊടുക്കാണ്ട് ഓരോ മൂലയിലും പോയിട്ട് ഇരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക.